മോളെ അടുത്ത സെഗ്മെന്റ് സവാരി ഗിരിഗിരി. അതെ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കട്ടിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, ആരൊക്കെയാണ് കൂട്ടുകാരികൾ, കൂട്ടുകാരന്മാർ, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിക്കും. ഓക്കെ, തുടങ്ങാം നമുക്ക്. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ രാത്രി 8 മുതൽ 8:30 വരെ മോടെ കൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ഭക്ഷണക്രമങ്ങൾ പറഞ്ഞു, ബാക്കിയെല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇപ്പം സീറ്റിലിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കൂടെ വർഷങ്ങളോളം ഗിറ്റാർ വായിച്ച പ്രകാശിൻ്റെ മകളാണ്. ഞാൻ മോളെ കാണുമ്പം ഒരു 2 വയസ്സ്, 1 വയസ്സിൽ കണ്ടു, 2 വയസ്സിൽ കണ്ടു. കാരണം ഇത്രയും നല്ലൊരച്ഛൻ്റെ മകളാണ്. മോക്കെന്നും അഭിമാനിക്കാം. കാരണം വേറൊന്നുമല്ല, ഇത്രയും ഒരു ശുദ്ധനായ, എൻ്റെ കൂടെ എത്രയോ വർഷം ഗിറ്റാർ വായിച്ചു. അമേരിക്കയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും, ഇംഗ്ലണ്ട്, അമേരിക്ക, ദുബായ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഗിറ്റാർ വായിച്ചിരിക്കുന്ന പ്രകാശാണ്. അപ്പോൾ ആ പ്രകാശിനെ ഒരുപക്ഷെ മോക്ക് അറിയാവുന്നതിനെക്കാട്ടിൽ കൂടുതൽ അങ്കിളിനറിയാം. പ്രകാശ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കറിയാം, മോള് ജനിക്കുന്നതിന് മുമ്പ്. ഇത്രയും ഒരു ശുദ്ധ ഹൃദയമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഈ ഓർക്കസ്ട്രയുടെ ടീമിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം പലരും പല സ്വഭാവങ്ങളും കാണും. ഇത്ര മിതഭാഷയായിട്ടും ഇത്ര വെൽ എന്താ മാരീഡും ഇത്ര അസാധ്യമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ കൂടെ ഇത്രയും വർഷം വായിച്ചത്. പക്ഷെ ഞാനത് പറയുന്നില്ല, കാരണം മോക്ക് വിഷമം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളിലോട്ട് ഞാൻ കയറുന്നില്ല. കാരണം വേറൊന്നുമല്ല, അതൊരു ഞാൻ വളരെ ഞെട്ടലോട് കൂടിയാണ് ഞാൻ ആ വാർത്ത കേട്ടത്. സാരമില്ല, അത് എല്ലാം വിധിയാണ്. പക്ഷെ അത് അച്ഛൻ്റെ ആ അനുഗ്രഹമുണ്ടല്ലോ, അതാണ് മോക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ ആ ബ്ലെസ്സിങ് മൊത്തമുണ്ട്. അത് എന്നും ഉണ്ടാവും. അത് മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും ഈ ജീവിത അവസാനം വരെ മോടെ അച്ഛൻ്റെ ബ്ലെസ്സിങ് ആണ്. ഇല്ലേ അങ്കിളൊക്കെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരുന്നു. മോടെ എന്താവശ്യം ഉണ്ടെങ്കിലും പറയാം അങ്കിളിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങുന്നു. നമ്മൾ കേട്ടപ്പം ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സവാരി ഗിരിഗിരി. അപ്പം സവാരി ഗിരിഗിരിയിൽ 4 ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടഫാണ്. പക്ഷെ സഹായിക്കാൻ ഒരു ഗായിക നമ്മളുടെ കൂടെ എത്തിയിട്ടുണ്ട്. പിന്നണി ഗായികയാണ്. ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാംസിന്, ഒരുപാടില്ല കുറച്ചൊക്കെ പ്രോഗ്രാംസിന് പാടിയിട്ടുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആയിരുന്നു. മറ്റാരുമല്ല, സ്റ്റാർ സിംഗർ ഫെയിം നയന. വെൽക്കം നയന ടു പറയാം നേടാം. നമസ്കാരം. ഇപ്പം ഇവിടാണോ അതോ ഹൈദരാബാദിലാണോ? ഇപ്പൊ ഹൈദരാബാദിലാണോ ഇവിടാണോ? ശരി. ഞാൻ ചോദിച്ച താമസം ഹൈദരാബാദിലാണോ അതോ ട്രിവാൻഡ്രത്താണോ എന്ന് ചോദിച്ചത്. അപ്പൊ ഹൈദരാബാദ് സ്ഥിരമാക്കിയല്ലേ? എങ്ങനെയുണ്ട്? പാട്ടുകളൊക്കെ ഉണ്ടോ ഹൈദരാബാദില്? നന്നായി പോകുന്നു സർ. തെലുങ്കാണ് കൂടുതൽ പാടുന്നത്. വളരെ നന്നായി പോകുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഇന്നിവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഗൗരി എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം മോളാണ്. അപ്പം എന്തായാലും നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ് അല്ലേ? ഒരു കുഞ്ഞാണെങ്കിലും നിങ്ങളൊക്കെ ഒരു സ്കൂളിൽ പഠിച്ചാണ്, കാർമൽ സ്കൂളിൽ. അപ്പം ഗൗരി ഒന്ന് സഹായിച്ചു കൊടുക്കുക 4 ചോദ്യത്തിന്. ഒപ്പം ഇതിനിടയ്ക്ക് ഗൗരിക്ക് വേണ്ടി ഒരു 2 പാട്ടും പാടിക്കൊടുക്കുക. ഓക്കെ. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. കുഞ്ഞിക്കുനന്റെ ബൂത്തിലെ നമ്പർ ഏതാണ്? എ 333-415, 333-514, 333-154. കുഞ്ഞിക്കുനന്റെ ബൂത്ത് നമ്പർ ഏതാണ്? ചേച്ചി
ഹെൽപ്പ്. ഒരു ഓർമ്മയുണ്ട് സർ, ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന സമയത്ത് നമ്പർ എത്രയാണ് നിങ്ങളുടെ ബൂത്തിന്റെ ഇങ്ങനെ ഒരു പറ്റം ലേഡീസ് ഉണ്ട്, അവരുടെ ചോദിക്കുമ്പോ പറയുന്ന ഉത്തരം പറയുന്നത് 333-415 ആണെന്നുള്ളൊരു ഓർമ്മയുണ്ട്. അത് കറക്റ്റ് ആണെന്ന് അറിയില്ല. 333-415 333-415 ആണ് നയന പറഞ്ഞത്, അതാണ് ഗൗരിയും പറയുന്നത്. ചേരുന്നു. അപ്പം 333-415 ഞാൻ എടുത്ത് ഇട്ട് പൂട്ടി. അപ്പം എന്തായാലും ഗൗരി ഇപ്പൊ 2 പാട്ട് പാടി ഇല്ലേ, നന്നായിരുന്നു. അപ്പൊ നയനയുടെ ലേറ്റസ്റ്റ് ആയിട്ട് പാടിയ ഒരു ചിത്രത്തിലെ ഒരു ഗാനം നമുക്ക് വേണ്ടി ഞാൻ ആദ്യം പാടാൻ ആഗ്രഹിക്കുന്നത് സാറിന്റെ തന്നെ ഒരു പാട്ടാണ്. ആമയും മുയലും എന്ന ചിത്രത്തിലെ സാർ എനിക്ക് സാറിന്റെ കൂടെ പാടാനായിട്ട് സാറ് സംഗീത സംവിധാനം ചെയ്ത ഒരു ഗാനം ആണ് ഞാൻ ആദ്യമായിട്ട് ആലപിക്കാൻ ആഗ്രഹിക്കുന്നത്. സാറിന്റെ പെർമിഷനോട് കൂടി ഞാൻ പാടിക്കോട്ടെ അത്? ഓഫ് കോഴ്സ്. താമര പെൺമണി കല്യാണമാ നന്നായിട്ട് പാടി, വെരി ഗുഡ്. അപ്പം തിരിച്ചൊരു പാട്ട് അങ്ങോട്ട് പാടി കൊടുക്കൂ, ഒരു ഹിന്ദി പാട്ട്. പിന്നെ പാടല്ലോ, ഹിന്ദി പാട്ട്. പിങ്കാ കപൂരി പിങ്കാ കപൂരി പിങ്കാ കപൂരി പിങ്കാ മല പിങ്കാനി വാല ഭോല വെലി രാട്ട് ഘാല വെലി പൂരി പിങ്കാ പിങ്കാ കപൂരി പിങ്കാ കപൂരി പിങ്കാ കപൂരി പിങ്കാ മല പിങ്കാനി വാല ഭോല വെലി രാട്ട് ഘാല വെലി പൂരി പിങ്കാ. ഓ लटपट लटपट कमर दामिनी अठर रागिणी हो, हे लटपट लटपट कमर दामिनी अठर रागिणी मेरे धर आए किस सज सज देखो मेरे पिया के सावरी जिया से बावरी मेरे यंगना में देखो आज खिला है के बजे तूने छम छम छमाक छा तूने चमन छम छम छमाक छा के बजे तूने छम छम छमाक छा तूने चमन छम छम छमाक छा. पिंगा कपूरी पिंगा कपूरी पिंगा कपूरी पिंगा मल पिंगानी वाला भोला वेली रात खाला वेली पूरी पिंगा. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം 333-415 ആണ് നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. പൂട്ട് തുറന്നു കഴിഞ്ഞു, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിലെ 2ാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കും. എന്തിനാ ഇങ്ങനെ കൈ നീട്ടാൻ നടക്കുന്നത്? നല്ല ആരോഗ്യമുണ്ടല്ലോ, എവിടെങ്കിലും പോയി വീട്ടുജോലി എടുത്ത് ജീവിച്ചൂടെ? ഈ സംഭാഷണം ആരോട് പറയുന്നത്? എ കൊച്ചിൻ അനീഫ സലീം കുമാറിനോട്, ബി കുഞ്ഞിക്കൂനൻ സലീം കുമാറിനോട്, സി കുഞ്ഞിക്കൂനൻ ചെമ്പകത്തോട്. എനിക്കറിയാമെന്ന് തോന്നുന്നു. എങ്കിൽ പറഞ്ഞു. ഓക്കെ, കുഞ്ഞിക്കൂനൻ ചെമ്പകത്തിനോട് പറഞ്ഞതാ. ചെമ്പകത്തിനോട് പറഞ്ഞ. ഓക്കെ, അപ്പം സി കുഞ്ഞിക്കൂനൻ ചെമ്പകത്തോട്. ചെമ്പകത്തോടെന്ന് പറഞ്ഞ അർത്ഥം മാറിയല്ലേ, ഒരു തോടിന്റെ പേരായി. അത് പെട്ടെന്ന് അങ്ങനെ തോന്നി. ചെമ്പകത്തിനോട് ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം, ഒരു കുസൃതി ചോദ്യം. ഓക്കെ, അപ്പൂട്ടൻ മാങ്ങ പറിച്ചു, സാവിത്രി ഒരു മാങ്ങ കഴിച്ചു, ബാക്കി എത്ര ഉണ്ട്? അപ്പൂട്ടൻ മാങ്ങ പറിച്ചു, സാവിത്രി മാങ്ങ കഴിച്ചു. ഒരെണ്ണൊന്നൊന്നുമില്ല, മാങ്ങ കഴിച്ചു, ബാക്കി എത്ര ഉണ്ട്? എത്രയാണെന്ന് അറിഞ്ഞാലല്ലേ പറ്റത്തുള്ളൂ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദിച്ചു നോക്ക് നയനടുത്ത്. ചേച്ചി അറിയാവോ? ചേച്ചി പറയട്ടെ? അപ്പൂട്ടൻ മാങ്ങ പറിച്ചു, സാവിത്രി തിന്നു, ബാക്കി എത്ര?
അങ്ങനെയാണോ? എനിക്ക് തോന്നി അങ്ങനെ എന്തോ ആണ്, പക്ഷേ കിട്ടിയില്ല. ആ പേര് അങ്ങനത്തെ പേരായിരിക്കും. താങ്ക് യു ചേച്ചി. അപ്പൊ എനിക്ക് മനസ്സിലായത് എനിക്ക് ഹൈദരാബാദിൽ എന്താ ജോലി എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം എടുത്ത് അപ്പോ സി കുഞ്ഞിക്കൂനൻ ചെമ്പകത്തിനോട്, അതാണ് കറക്റ്റ് അല്ലേ? ചെമ്പകത്തിനോട് ചോദിച്ചത് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്.